ബി.ജെ.പി. അധ്യക്ഷൻ പക്ഷേ സുരേഷ് ഗോപിയെ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? പാർട്ടിയുടെ ഒരു നിലപാട്, കേരള ഘടകത്തിന്റെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? മോത്തി, ബി.ജെ.പി. പൂർണ്ണമായും തന്നെ സുരേഷ് ഗോപിയെ തള്ളുകയാണ്. അതായത് സുരേഷ് ഗോപി പറഞ്ഞ അഭിപ്രായം, ഈ മുകേഷിന്റെ കാര്യത്തിലെല്ലാം അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ബി.ജെ.പിക്കില്ല. മുകേഷ് രാജിവെക്കുക, MLA സ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി എഴുതി വാങ്ങണം എന്ന കർശന നിലപാട് തന്നെ ബി.ജെ.പി. സ്വീകരിച്ചു. ഇത് പറയുമ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ബി.ജെ.പിക്ക് പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയാത്ത സ്ഥിതിയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും ഇല്ലാത്തൊരു സ്റ്റാൻഡ് ബി.ജെ.പിക്ക് പറയേണ്ടി വരുന്നു. അതായത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ബി.ജെ.പി. എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുമായുള്ള രണ്ടാമത്തെ വിഷയമാണ്. ആദ്യം അദ്ദേഹം മാധ്യമങ്ങളുടെ തീറ്റയാണിത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനുണ്ടായത്. മാത്രമല്ല മുകേഷിനെ, അതായത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, പക്ഷേ സിനിമാക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ സിനിമാക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് അദ്ദേഹം രാവിലെ സ്വീകരിച്ചത്. അതും കളങ്കിതരായി ആരോപിതരായി നിൽക്കുന്നവരെ ഒരു ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല ഇത്തരം ആരോപണം ഉയർത്തുന്ന മാധ്യമങ്ങളെ പരിഹസിക്കുകയും നിങ്ങൾ കോടതിയാണോ തുടങ്ങിയ വിമർശനങ്ങളുമെല്ലാം ഉന്നയിച്ചത്. ഈ ഒരു സംവിധാനത്തെ മുഴുവൻ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് സുരേഷ് ഗോപി ഉന്നയിച്ചത്. എന്നാൽ കെ സുരേന്ദ്രനോട് നമ്മൾ ഇതേ കാര്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങളല്ല ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഹേമ കമ്മിറ്റിയിലൂടെയും തുടർന്ന് ആരോപണങ്ങളായി വരികയുമാണ് ചെയ്തത്. അതായത് സുരേഷ് ഗോപിയെ അവിടെ ബി.ജെ.പിക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടാമത് കണ്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം സുരേഷ് ഗോപിയുടെ വാതിലിന് തടസ്സം വരുന്ന രീതിയിൽ ഒരു മാധ്യമപ്രവർത്തകരും അവിടെ നിൽക്കുന്നില്ല. അദ്ദേഹം ഈ മാധ്യമങ്ങളുടെ മൈക്കും ചോദ്യവും കണ്ടുള്ള അസഹിഷ്ണുതയിൽ അങ്ങോട്ട് കൈകൊണ്ട് തള്ളുകയാണ് ചെയ്യുന്നത്. അതായത് കയ്യേറ്റം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം എന്ന ചിന്ത പോലും അദ്ദേഹം ഇല്ലാതെയാണ് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്നത് എന്ന കാര്യം വ്യക്തമാണ്. രാവിലെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന വാക്കുകൾ പോലും ഒരു ജനപ്രതിനിധി, കാരണം ഒരു ജനപ്രതിനിധി എന്ന് എടുത്തു പറയണം. കാരണം തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MP ആണ് അദ്ദേഹം. മാത്രമല്ല അതേ തുടർന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചയാളാണ്. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഭാഷയോ പ്രവൃത്തിയോ അല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നത് സുരേന്ദ്രന്റെ വാക്കുകളിലും വ്യക്തമാണ്. കാരണം കെ സുരേന്ദ്രൻ പറഞ്ഞു, സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് താൻ തന്നെയാണ്, നിലപാട് പറയേണ്ടത് താൻ തന്നെയാണ്. അതായത് സുരേഷ് ഗോപി പറഞ്ഞത് പാർട്ടിയുടെ ബി.ജെ.പിയുടെ നിലപാടല്ല. മുകേഷിന്റെ കാര്യത്തിലും ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലുമുള്ള ബി.ജെ.പിയുടെ നിലപാട് അതല്ല. പക്ഷെ സുരേഷ് ഗോപി വ്യക്തി എന്ന നിലയിൽ, ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിലുള്ള അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോഴും സുരേഷ് ഗോപിയെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാന ബി.ജെ.പിയിൽ നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ പൂർണ്ണമായും തള്ളിപ്പറയുകയും സുരേഷ് ഗോപി അതിൽ നിന്ന് ആ വാക്കുകൾ പിൻവലിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി പറയേണ്ടി വന്നേനെ. അത് പറയാൻ മാത്രമുള്ള കരുത്ത് സംസ്ഥാന ബി.ജെ.പിക്ക് ഇല്ലേ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രവർത്തനം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ വഴിയോ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തെയോ ഒരു മാധ്യമങ്ങളും തടസ്സപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോൾ സിനിമാ രംഗവുമായി ഉയർന്നിരിക്കുന്ന മുകേഷുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും മുകേഷിനെ അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഏതൊരു രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ സിനിമാക്കാരെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയ ഭേദമന്യേ ഒരു ആരോപണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിൽക്കുന്നു എന്ന് വേണം സുരേഷ് ഗോപിയുടെ ഈ നിലപാടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശാന്ത്, ഈ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട ബി.ജെ.പിക്കാർ ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ആ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയായ ബി.ജെ.പിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, ഇതുമായി പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്, ഇല്ലേ? തീർച്ചയായും. അമ്മയുടെ ഭാഗമായി, അമ്മ സംഘടനയുടെ ഭാഗമായിരിക്കുന്ന ജഗദീഷ് പോലും സ്വീകരിച്ച നിലപാട് നമുക്ക് വ്യക്തമായി അറിയാം. അതായത് ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം നീതിക്ക് വേണ്ടി പറഞ്ഞ വാക്കുകൾ അറിയാം. പക്ഷേ എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി കൂടിയായ, സിനിമാ നടൻ കൂടിയായ സുരേഷ് ഗോപി ഈ സിനിമാ മേഖലയിലെ തിന്മകളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളിൽ ഒരു ന്യായീകരിക്കുന്ന സമീപനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളോട് അസഹിഷ്ണുത ഉണ്ടാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത്. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ ഏത് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണോ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വന്നത്,
ആ പാർട്ടിയുടെ നിലപാട് സുരേഷ് ഗോപി പറഞ്ഞതല്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇതെല്ലാം കണ്ടിട്ടുള്ള ആവലാതിയിലായിരിക്കാം അദ്ദേഹം ഇന്നിപ്പോൾ മാധ്യമങ്ങൾ രണ്ടാമതും അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ രോഷാകുലനായി കയ്യേറ്റത്തിന് മുതിർന്നത്. എന്തായാലും തികച്ചും അനുചിതമായ പ്രവൃത്തി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തിന്റെ പാർട്ടി ഇതിനോട് യോജിക്കുമെന്ന് കരുതുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാതെ നിന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വ്യക്തിപരമെന്ന് പറഞ്ഞ് ഒരു വശത്ത് പറയുകയും അദ്ദേഹം പറഞ്ഞതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല എന്നുമുള്ള ബി.ജെ.പിയുടെ നിലപാടും വിശദീകരിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഈ മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നുള്ള ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് ആരും തടഞ്ഞിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു. അത് ഇനിയും മാധ്യമപ്രവർത്തകർ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാലും അഭിപ്രായം ചോദിക്കുക തന്നെ ചെയ്യും. കാരണം സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മുകേഷ് MLA ആണ്. മുകേഷിനെതിരെ ഉണ്ടായ ആരോപണം തീർച്ചയായിട്ടും പ്രശാന്ത് ഇനിയും ഇതുപോലെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ജനപ്രതിനിധി എന്ന നിലയിൽ ബാധ്യസ്ഥനാണ് സുരേഷ് ഗോപി എന്ന സഹമന്ത്രി എന്ന BJP-യിലെ നേതാവായ സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. പ്രശാന്തിലേക്ക്